ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 2nd ചാപ്റ്ററായ ഫെസ്റ്റീവ് ഫൺ എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ആദ്യത്തെ 5 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ? വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നേരെ ക്ലാസ്സിലേക്ക്. ആദ്യമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് വേൾഡ് ഓഫ് വേർഡ്സ് ആണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ക്രൗൺ. ക്രൗൺ എന്താണെന്ന് നമുക്കറിയാം. ക്രൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരീടം. രാജാവിൻ്റെ ഒക്കെ തലയിൽ ഉണ്ടാകുന്ന കിരീടമില്ലേ, അതാണ് ക്രൗൺ. ദെൻ ഫ്രാഗ്രന്റ് ഫ്ലവർ എന്ന് വെച്ചാൽ എന്താ? നല്ല മണമുള്ള പുഷ്പം അല്ലെ, നല്ല മണമുള്ള പൂ. നല്ല മണം എന്നാണ് ഫ്രാഗ്രൻസ് എന്ന വാക്കിന്റെ അർത്ഥം. സോ ഫ്രാഗ്രന്റ് ഫ്ലവർ എന്ന് വെച്ചാൽ നല്ല മണമുള്ള പൂവ്. അടുത്തത് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്. എന്താണ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ് എന്ന് വെച്ചാൽ? മിന്നിത്തിളങ്ങുന്ന വെളിച്ചം. എന്താണ്? മിന്നിത്തിളങ്ങുന്ന വെളിച്ചം. അടുത്തത് ഗ്രൈൻഡിങ് ടീത്ത്. നമുക്ക് ആരോടെങ്കിലും ദേഷ്യം വന്ന് നമ്മളിങ്ങനെ പല്ലിറുമൂലേ, അതാണ് ഗ്രൈൻഡിങ് ടീത്ത്. പല്ലിങ്ങനെ അമർത്തി പിടിക്കുക, കടിക്കുക, അതാണ് ഗ്രൈൻഡിങ് ടീത്ത്. ദെൻ ജിംഗ്ലിംഗ് ബെൽസ്. എന്താണ് ജിംഗ്ലിംഗ് ബെൽസ് എന്ന് പറഞ്ഞാൽ? ആ മണിമുഴക്കം, മണികളിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ. അടുത്തത് മെർമെയ്ഡ്. ആരാണ് മെർമെയ്ഡ്? മത്സ്യകന്യക. ദെൻ സിപ്പിങ്. സിപ്പിങ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ വെള്ളമോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ എടുത്തിങ്ങനെ ജസ്റ്റ് മൊത്തി കുടിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സിപ്പ് ചെയ്ത് കുടിക്കുക. അതാണെന്ത്? സിപ്പിങ്. നമ്മൾ ജസ്റ്റ് മെല്ലെ മെല്ലെ അത് കുടിക്കുക, അതാണ് സിപ്പിങ്. അടുത്തത്, അപ്പോൾ വേൾഡ് ഓഫ് വേർഡ്സ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വാക്കുകൾ ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. അടുത്തത് കുറച്ച് മീനിങ് ആണ്, അതിനുശേഷമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് തുടങ്ങുന്നത്. ക്ലൗസ്. ക്ലൗസ് എന്ന് വെച്ചാൽ ഷാർപ്പ് പോയിന്റഡ് നെയിൽസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ കൂർത്ത നഖങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലോ എന്ന് വിളിക്കുന്നത്. ദെൻ ഡീപ്പ് എന്ന് വെച്ചാൽ ഫാർ ഡൗൺ, ആഴത്തിലുള്ള. ഡീപ്പ് എന്ന് വെച്ചാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? ആഴത്തിലുള്ള. ഡെലീഷ്യസ്, വെരി ടേസ്റ്റി. എന്താണ് ഡെലീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം? വെരി ടേസ്റ്റി. ഡെലീഷ്യസ് ഫുഡ്, വെരി ടേസ്റ്റി ഫുഡ്. ഓക്കെ. ദെൻ ഡ്രൈവ് എവേ, മേക്ക് സംവൺ ഓർ സംതിങ് ഗോ എവേ. ആരെങ്കിലും ആട്ടിപ്പായിക്കുക, അവിടുന്ന് പോകാൻ പറയുക, അതാണെന്ത്? ഡ്രൈവ് എവേ. ദെൻ ഡംപ്, ടു പുട്ട്. ഡംപ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുക, അവിടെ കൊണ്ടിടുക, അതാണെന്ത്? ഡംപ്, ടു പുട്ട്. ഡംപ് ദ വേസ്റ്റ്. വേസ്റ്റ് അവിടെ കൊണ്ടിടുക, അല്ലെങ്കിൽ വേസ്റ്റ് അവിടെ ചാടുക, അതാണെന്ത്? ഡംപ് എന്ന് പറഞ്ഞാൽ. ദെൻ ഫ്ലോട്ട്, ടു മൂവ് ഓൺ വാട്ടർ വിതൗട്ട് ഡ്രോണിങ്. മുങ്ങിപ്പോകാതെ വെള്ളത്തിൽ ഒഴുകിക്കിടക്കുന്നതിന്, അല്ലെങ്കിൽ മുങ്ങിക്കിടക്കാതെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക? ഫ്ലോട്ട് എന്ന് വിളിക്കുക. ദെൻ ഫ്രാഗ്രൻറ്റ്, ഹാവിങ് എ സ്വീറ്റ് സ്മെൽ. നല്ല മണം, നല്ല ഗന്ധം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്രാഗ്രൻറ്റ് എന്ന് വിളിക്കുന്നത്. ദെൻ ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ താങ്ക്ഫുൾ. ഗ്രേറ്റ്ഫുൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? താങ്ക്ഫുൾ, നന്ദിയുള്ളത്. ദെൻ ഗ്ലിൻറ്റിംഗ്, സ്പാർക്ലിംഗ് ഓഫ് ലൈറ്റ്, അതായത് മിന്നിത്തിളങ്ങുന്ന വെളിച്ചം. ദെൻ ഗൾപ്പ് എന്ന് വെച്ചാൽ സ്വാലോ ക്വിക്ലി, പെട്ടെന്ന് അങ്ങ് വിഴുങ്ങുക, അതാണ് ഗൾപ്പ്. Then jingle, to make a light ringing sound similar to that of bells. നമ്മുടെ ബെല്ലടിക്കുന്നത് പോലെയുള്ള ചെറിയ സൗണ്ടിൽ, ആ കിളിങ്ങുന്ന സൗണ്ട്, അതാണ് ജിങ്കിൾ. Then swish, to move quickly with a swooshing sound. പെട്ടെന്ന് ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കൈകൊണ്ട് അടിച്ചാൽ ഭയങ്കര സൗണ്ട് വരില്ലേ, അങ്ങനത്തെ സൗണ്ടിനെയാണ് സ്വിഷ് എന്ന് വിളിക്കുന്നത്. Then tremble, to shake with fear. പേടിച്ച് വിറക്കുക, അതിനെയാണ് ട്രംബിൾ എന്ന് വിളിക്കുന്നത്. ദെൻ ട്രിക്കിൾ, ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം. ഒരു ചെറിയ അരുവി പോലെ ചെറുതായി ഒഴുകുക, അതാണ് എന്ത്? ട്രിക്കിൾ. ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം, ഒരു ചെറിയ അരുവി പോലെ. അപ്പോൾ ക്ലിയർ ആണല്ലോ? ഇതൊക്കെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില വാക്കുകൾ. ഇനി നമ്മൾ കടക്കുന്നത് ആക്ടിവിറ്റീസിലേക്കാണ്. ആക്ടിവിറ്റി നമ്പർ 1. The pictures of Julia's friends are given below. ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് എഴുതണം നമ്മൾ? ആ ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ പേര് നമ്മളിതിൽ കറക്റ്റായിട്ടൊന്ന് എഴുതി ഇത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ? മക്കൾ ആദ്യം ഇതൊന്ന് പറഞ്ഞു നോക്കിയേ, അതിനുശേഷം നമുക്കിത് എഴുതാം. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് വെയിൽ, ഒക്ടോപ്പസ്, ക്രാബ്, ഷാർക്ക്, അതുപോലെ ജെല്ലി ഫിഷ്, മാക്രൽ, സ്റ്റാർ ഫിഷ്, പ്രാൺ. നമുക്ക് നോക്കാം.
ടീച്ചർ ഇവിടെ ഷാർക്ക്, ഫസ്റ്റ് വൺ എന്താണ് ഷാർക്ക്, സെക്കൻഡ് വൺ സ്റ്റാർ ഫിഷ്, തേർഡ് വൺ ജെല്ലി ഫിഷ്, ഫോർത്ത് വൺ ടീച്ചർ കൊടുത്തിരിക്കുന്നത് സാർഡൈൻ എന്നാണ്, അതായത് മത്തി, നമ്മുടെ കോമൺ ആയിട്ട് കാണുന്ന മീനില്ലേ മത്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം മക്കൾക്ക് അവിടെ എന്ത് എഴുതാം, മാക്രൽ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ചിലപ്പോൾ അത് സാർഡൈനുമായിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരേണ്ട വിചാരിച്ച് ടീച്ചർ അവിടെ ഡയറക്റ്റ് സാർഡൈൻ എന്ന് കൊടുത്തുന്നേ ഉള്ളൂ. മക്കൾക്ക് അത് എന്ത് എഴുതാം, മാക്രൽ എന്ന് എഴുതാം. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതാ കണ്ട MACKEREL മാക്രൽ, അത് എഴുതാവുന്നതാണ് സാർഡൈന് പകരം. അത് മക്കൾ അവിടെ എഴുതി ചേർത്താൽ മതി. അടുത്ത നോക്കിയേ, പ്രോൺ, ക്രാബ്, ഒക്ടോപ്പസ്, ബ്ലൂ വെയിൽ. ഒന്നുകൂടെ പറയാം നമുക്ക്. ടീച്ചർ ഇനി സാർഡൈന് പകരം വായിക്കുന്നത് മാക്രൽ എന്നാണ്. ഷാർക്ക്, സ്റ്റാർ ഫിഷ്, ജെല്ലി ഫിഷ്, മാക്രൽ, പ്രോൺ, ക്രാബ്, ഒക്ടോപ്പസ്, ബ്ലൂ വെയിൽ. ഇത്രയാണ് എന്തിൽ വരുന്നത്, ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ കാണുന്ന നമ്മുടെ ജൂലിയയുടെ ഫ്രണ്ട്സ്. പഠിച്ചല്ലോ. അടുത്തത്, some words are given below. Classify them into fruits and vegetables. ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ചില ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ വെജിറ്റബിൾസിൻ്റെയും പേരാണ് ഇവിടെ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിതിൽ കൂടുതൽ ഐറ്റംസ് എഴുതി ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. നമുക്ക് ആദ്യം ഇതിനൊന്ന് തരം തിരിച്ചു വെക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഏതൊക്കെയെന്ന് നോക്കാം നമുക്ക്. ഫ്രൂട്ട്സ്, പൊമഗ്രനേറ്റ്, ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, അവക്കാഡോ, വാട്ടർമെലൺ, കിവി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി, മാംഗോ. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ഫ്രൂട്ട്സിൽ. നമുക്കൊന്നുകൂടെ വായിക്കാം. പൊമഗ്രനേറ്റ്, ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, അവോക്കാഡോ, വാട്ടർമെലൺ, കിവി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി, മാംഗോ. ഇതൊക്കെ ഫ്രൂട്ട്സിൽ വരുന്നതാ. നെക്സ്റ്റ് വൺ ആണ് വെജിറ്റബിൾസ്, ബ്രോക്കോളി, ക്യാരറ്റ്, പൊട്ടറ്റോ, കുക്കുംബർ, കോളിഫ്ലവർ, ബീൻസ്, പീസ്, റാഡിഷ്, ക്യാബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ക്യാപ്സിക്കം. ഇത്രയാണ് എന്തിൽ വരുന്നത്, വെജിറ്റബിൾസിൽ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക. മക്കളെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നേരെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ഒരു ഫ്രൂട്ട് സലാഡ് മേക്കിംഗ് ആണേ. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സലാഡ് ഈസ് ഗിവൺ ഇൻ ദ ബോക്സ്. വെജിറ്റബിൾ സലാഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന ചില വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, അതിനെന്ത് ചെയ്യണം, നന്നായിട്ട് വാഷ് ചെയ്യാം. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, ആവശ്യമെങ്കിൽ പുറത്തത്തെ തൊലി കളയാവുന്നതാണ്. ചോപ്പ് ദം ഇൻ ടു പീസസ്, അതിനെന്ത് ചെയ്യുക, നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ, അതിനൊരു പാത്രത്തിലേക്ക് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ, കുറച്ചതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്യുക, പെപ്പറും ആഡ് ചെയ്യുക. ദ സാലഡ് ഈസ് റെഡി. നമുക്കിപ്പോൾ സാലഡ് കഴിക്കാനുള്ള പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കൾക്കുള്ള പണി ഇതാണ്. നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സലാഡ്. നമുക്കിനി എന്ത് ചെയ്യാം, ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സലാഡ്? എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുക? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ടേക്ക് ആൻ ആപ്പിൾ, ബനാന, മാംഗോ, പൈനാപ്പിൾ ആൻഡ് സം ഗ്രേപ്സ്. ഓക്കെ, എന്തൊക്കെ എടുക്കണം? ആപ്പിളും ബനാനയും മാംഗോയും പൈനാപ്പിളും കുറച്ച് മുന്തിരിങ്ങയും ഒക്കെ എടുക്കണം. ഇനി എന്തൊക്കെയാണോ മക്കൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വീട്ടിലുള്ളത് അതെടുത്താലും മതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വാഷ് ഓൾ ദ ഫ്രൂട്ട്സ് വെൽ. ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം? നന്നായി കഴുകി വൃത്തിയാക്കണം. ദെൻ പീൽ ദ ബനാന ആൻഡ് മാംഗോ. മാംഗോയും ബനാനയും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളയണം. പൈനാപ്പിളും അങ്ങനെ തന്നെ തൊലിയൊക്കെ ഒന്ന് ചെത്തണം, പീൽ ചെയ്യണം. ദെൻ കട്ട് ദ ഫ്രൂട്ട്സ് ഇൻ ടു സ്മോൾ പീസസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? കഷ്ണം മുറിക്കണം അല്ലേ? അപ്പോൾ ഫ്രൂട്ട്സിനെ നമ്മൾ കട്ട് ചെയ്യണം. ദെൻ പുട്ട് ഓൾ ദ ഫ്രൂട്ട്സ് ഇൻ എ ബൗൾ. എല്ലാ ഫ്രൂട്ട്സും ഒരു ബൗളിലേക്ക് ഇടുക. മിക്സ് ദം വെൽ വിത്ത് എ സ്പൂൺ. ഒരു സ്പൂൺ കൊണ്ട് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആഡ് എ ലിറ്റിൽ ഹണി ഇഫ് യു ലൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഹണി ഒഴിക്കാം.
യുവർ ടേസ്റ്റി ഫ്രൂട്ട് സലാഡ് ഇസ് റെഡി ടു ഈറ്റ്. നിങ്ങൾക്ക് കഴിക്കാൻ പാകത്തിന് ഇപ്പോൾ ഫ്രൂട്ട് സലാഡ് റെഡിയായി. മക്കളെ, പല രീതിയിലും ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. ചിലർ അതിൽ പാല് ചേർക്കും, ചിലർ മിൽക്ക് മെയ്ഡ് ചേർക്കും. അപ്പോൾ എന്താണോ മക്കൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ എന്ത് ചെയ്യാം, ഫ്രൂട്ട് സലാഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഫ്രൂട്ട് സലാഡ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീട്ടിലൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. വെക്കേഷനല്ലേ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് മക്കളെ, അതിനു മുമ്പേ ടീച്ചർ വീണ്ടും പറയുന്നു, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം 4ാമത്തെ ആക്ടിവിറ്റി നമ്പർ 4, ഒബ്സർവ് ദ പിക്ചർ, ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ. ഇവിടെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യണം. ഫ്രൂട്ട്സ് ഏതാ, വെജിറ്റബിൾസ് ഏതാ? ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫ്രൂട്ട്സ്: ബനാന, വാട്ടർമെലൺ, മസ്ക് മെലൺ, ഗ്രേപ്സ്, മാംഗോ, പപ്പായ, പൊമഗ്രനേറ്റ്, ഓറഞ്ച്, ആപ്പിൾ, ഗുവ, പൈനാപ്പിൾ. ഇതിൽ ചിലതൊന്നും ഇതിൽ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. എന്ത് ചെയ്യുക, നമുക്ക് കാണുന്ന പോലെ ഇവിടെ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടീച്ചറെ. അപ്പോൾ ബനാന, വാട്ടർമെലൺ, മസ്ക് മെലൺ, ഗ്രേപ്സ്, മാംഗോ, പപ്പായ, പൊമഗ്രനേറ്റ്, ഓറഞ്ച്, ആപ്പിൾ, ഗുവ, പൈനാപ്പിൾ. ഇതൊക്കെ ഫ്രൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാ. ഇനി വെജിറ്റബിൾസോ? സ്വീറ്റ് പൊട്ടറ്റോ, ബ്രിഞ്ചാൽ, കുക്കുംബർ, ബീൻസ്, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗോർഡ്, റാഡിഷ്, ടാപ്പിയോക്ക, യാം, സ്പിനാച്ച് ഓർ ലീഫി വെജിറ്റബിൾസ്. ഇതൊക്കെ ഇവിടെയുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സ്വീറ്റ് പൊട്ടറ്റോ, ബ്രിഞ്ചൽ, കുക്കുംബർ, ബീൻസ്, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, ക്യാബേജ്, കോളിഫ്ലവർ, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗോർഡ്, റാഡിഷ്, ടാപ്പിയോക്ക, യാം, സ്പിനാച്ച്. ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതിൽ ചിലതൊന്നും ചിലപ്പോൾ മക്കൾക്ക് വൃത്തിയിൽ കാണുന്നുണ്ടാവില്ല, എങ്കിലും ഒരു പച്ചക്കറി ഷോപ്പിൽ ഇതൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്കങ്ങ് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അവസാനത്തെ ആക്ടിവിറ്റിയിലേക്ക്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ഇതൊരു ഓൺ പ്രൊജക്റ്റ് പോലെ ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം. പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. വേരിയസ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കളക്ട് ചെയ്ത് അതിൻ്റെ ചിത്രങ്ങൾ കളക്ട് ചെയ്ത് ഒരു ആൽബം ഉണ്ടാക്കാൻ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആൽബം ഉണ്ടാക്കി നോക്കിയാലോ? ഇതാ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോന്നിൻ്റെ പേര് വായിച്ചങ്ങ് പോകാം. ഫസ്റ്റ് വൺ, ഫ്രൂട്ട്സ്: ആപ്പിൾ, ബനാന, ഗ്രേപ്സ്, ഓറഞ്ച്, പൊമഗ്രനേറ്റ്, ഗുവ, മാംഗോ, ചെറി, കിവി, പൈനാപ്പിൾ, സ്ട്രോബെറി, പപ്പായ, വാട്ടർമെലൺ, ലെമൺ. ഇതൊക്കെ എന്താണ്? ഫ്രൂട്ട്സിൽ വരുന്നതാണ്. ദെൻ വെജിറ്റബിൾസ്: പൊട്ടറ്റോ, ടൊമാറ്റോ, ഓനിയൻ, ക്യാബേജ്, കോളിഫ്ലവർ, ലേഡീസ് ഫിംഗർ, ക്യാരറ്റ്, കുക്കുംബർ, ക്യാപ്സിക്കം, ബ്രിഞ്ചൽ, പീസ്, സ്പിനാച്ച്, റാഡിഷ്, ബ്രോക്കോളി. ഇവയൊക്കെ എന്തിലും വരുന്നു? വെജിറ്റബിൾസിലും വരുന്നു. അപ്പം മക്കൾക്ക് കിട്ടുന്ന പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് ഒരു ആൽബം തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ മക്കളെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഒട്ടും സമയം കളയാതെ പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം മക്കളെ. അതുവരേക്കും ഗുഡ് ബൈ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, ബൈ.